വിശുദ്ധ മരിയ ഫൗസ്റ്റീനായുടെ യേശുദർശനങ്ങൾ. ദിവ്യകാരുണ്യത്തിൻ്റെ സിസ്റ്റർ മരിയ ഫൗസ്റ്റീന. പെസഹ വ്യാഴം വിശുദ്ധ കുർബാന സമയത്ത് മാർച്ച് 29, 1934. മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ ഒരു ഓഹരി ഞാൻ നിനക്ക് തരുകയാണ്. എൻ്റെ മരണവിനാഴികയിൽ നീ എൻ്റെ ആശ്വാസമായിരുന്നു. ഈ സമർപ്പണം നടത്താൻ എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ അനുമതി നൽകിയപ്പോൾ ദൈവത്തിന് ഇത് പ്രീതികരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ ഞാൻ ഉടനെ അനുഭവിച്ചു തുടങ്ങി. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ആത്മാവ് കല്ലുപോലെ കഠിനമായി, വരണ്ട് അസ്വസ്ഥതകളാലും പീഡകളാലും അത് നിറഞ്ഞു. എല്ലാ തരത്തിലുള്ള ദൈവനിന്ദകളും ശാപവാക്കുകളും എൻ്റെ ചെവിയിൽ മുഴങ്ങി തുടങ്ങി. നിരാശ കൊണ്ടും അവിശ്വാസം കൊണ്ടും എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത നിർഭാഗ്യരായ ജനങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. ആദ്യമെല്ലാം ഈ ഭയങ്കര അവസ്ഥ മൂലം ഞാൻ വളരെ ഭയപ്പെട്ടു. എന്നാൽ ആദ്യ അവസരത്തിലെ കുമ്പസാരത്തിനു ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചു. ഒരിക്കൽ ഞാൻ മഠത്തിന് വെളിയിൽ കുമ്പസാരത്തിനായി പോയപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ അവിടെ ബലിയർപ്പിക്കുന്നത് കാണാനിടയായി. കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ നേരെ സന്തോഷത്തോടെ കളിയായി കൈനീട്ടി പിടിച്ചുകൊണ്ട് ഉണ്ണീശോ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഒരു നിമിഷത്തിനു ശേഷം ആ വൈദികൻ കോമളനായ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് മുറിച്ച് ജീവനോടെ ഭക്ഷിച്ചു. ഈശോയോട് ഇത് ചെയ്തതുകൊണ്ട് ആ വൈദികനോട് എനിക്കാദ്യം ദേഷ്യം തോന്നി. എന്നാൽ പെട്ടെന്ന് എനിക്ക് ബോധോദയമുണ്ടായി. ആ വൈദികനോട് ദൈവത്തിന് വളരെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ ഛായാചിത്രം വരയ്ക്കുന്ന ചിത്രകാരൻ യൂജീൻ കാസ്മെറോസ്കിയെ സന്ദർശിച്ചപ്പോൾ ഛായാചിത്രത്തിലെ ഈശോയ്ക്ക് യഥാർത്ഥത്തിൽ കണ്ടതുപോലുള്ള സൗന്ദര്യം എനിക്ക് തോന്നിയില്ല. അതിനെപ്പറ്റി ഞാൻ വളരെ കുണ്ഠിതപ്പെട്ടു. എന്നാൽ ഞാനത് പ്രകടിപ്പിച്ചില്ല. ചിത്രകാരന്റെ ഭവനം വിട്ടുപോന്നപ്പോൾ മദർ സുപ്പീരിയർ ഐറൻ പട്ടണത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തങ്ങി. ഞാൻ തനിയെ മഠത്തിലേക്ക് മടങ്ങി. ചെന്നപാടെ ചാപ്പലിൽ പ്രവേശിച്ച് വളരെ കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങായിരിക്കുന്നത് പോലെ സുന്ദരനായി ആരങ്ങയെ ചിത്രീകരിക്കും? അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു. നിറങ്ങളുടെയോ ബ്രഷിൻ്റെയോ ഭംഗിയിലല്ല ഈ ചിത്രത്തിൻ്റെ മഹത്വം, എൻ്റെ കൃപയിൽ.